അപ്പോൾ കണിക്കൊന്നയെ പറ്റി ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഉണ്ണി എന്നു പേരുള്ള ഒരു കൃഷ്ണഭക്തനായ കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അമ്മ ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറഞ്ഞായിരുന്നു അവനെ ദിവസവും ഉറക്കിയിരുന്നത്. ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അവൻ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് ദിവസവും പോകുമായിരുന്നു. കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് അവനിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഒരു നാൾ അവന്റെ മുന്നിൽ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ ശുദ്ധമായ ഭക്തിയിൽ മനസ്സറിഞ്ഞ കൃഷ്ണൻ അവനൊരു സമ്മാനം നൽകി. ഒരു പൊന്നരഞ്ഞാണമായിരുന്നു ഭഗവാൻ ഭക്തന് നൽകിയ സമ്മാനം. ഉണ്ണികൃഷ്ണന്റെ അരയിലെ പൊന്നരഞ്ഞാണം അങ്ങനെ കുട്ടിക്ക് ലഭിച്ചു. അവനത് കൂട്ടുകാരെ കാട്ടി പറഞ്ഞു, കണ്ണൻ തന്നതാണ് എനിക്ക് പൊന്നരഞ്ഞാണം. കുട്ടികൾ അവനെ കളിയാക്കി. പിറ്റേന്ന് രാവിലെ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി പൂജകൾക്കായി ശ്രീകോവിൽ തുറന്നപ്പോഴാണ് അക്കാര്യം മനസ്സിലായത്. കൃഷ്ണവിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന പൊന്നരഞ്ഞാണം കാണുവാനില്ല. മോഷണം പോയത് തന്നെ എന്ന വാർത്ത നാടറിഞ്ഞു. പൊന്നരഞ്ഞാണം ഉണ്ണിയുടെ പക്കലുണ്ടെന്നറിഞ്ഞ നാട്ടുകാരും അവിടേക്കെത്തി. കുട്ടി അമ്പലത്തിൽ നിന്നും പൊന്നരഞ്ഞാണം മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞു. മകൻ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചെന്ന വാർത്ത താങ്ങാനാവാതെ അമ്മ അവനെ അടിച്ചു. കൃഷ്ണൻ ഉണ്ണിക്ക് നൽകിയ പൊന്നരഞ്ഞാണം അവന്റെ കയ്യിൽ നിന്നും വാങ്ങി വലിച്ചെറിഞ്ഞു. പൊന്നരഞ്ഞാണം ചെന്നു വീണത് പൂന്തോട്ടത്തിലെ ഒരു മരക്കൊമ്പിലായിരുന്നു. പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരക്കൊമ്പ് പൂക്കളെ കൊണ്ട് നിറഞ്ഞു. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം. വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കൊന്നപ്പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിന് പിന്നിലുള്ള കാരണം ഇതാണെന്ന് പറയപ്പെടുന്നു.